Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ നോമ്പെല്ലാം എങ്ങനെ പോണ്ട്? നല്ല ഉഷാറായിട്ട് പോണുണ്ടല്ലോ. നമ്മൾ ഇന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ എഗ് ബോക്സ് ആണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്നാൽ ശരി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞു തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മളിത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. സവാളയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരണമെന്നോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടിട്ട് കിട്ടിയാൽ മതിയാവും, അത്രയും മതി. അതുവരെ നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് സവാളയിലേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് വഴണ്ടിട്ട് കിട്ടിക്കോളും. നമ്മുടെ സവാളയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 കപ്പ് അളവിൽ ക്യാരറ്റ് കൂടി ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ആണ്, അതും ചേർക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഒരു 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. അധികം എരിവില്ലാത്ത മുളകാണ്, അതിൻ്റെ പേരിലാണ് 2 എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇപ്പം നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും, നമ്മൾ ഒരുപാട് സമയം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. നമ്മളിതിലേക്ക് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ പകരം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും ചേർത്താൽ മതിയാവും. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഈ 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്താൽ മതിയാവും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അത് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം, പിന്നെ ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ കുറച്ച് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർക്കാം. ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബോക്സ് തയ്യാറാക്കി എടുക്കുന്നത് സമോസ ഷീറ്റ് വെച്ചിട്ടാണ്. നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഇതുപോലെ ഒരു മൈദ പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണ്. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഇട്ടിച്ചെടുക്കാനാണ് നമ്മൾ ഈ മൈദ പേസ്റ്റ് എടുക്കുന്നത്. ഇത്രയും കട്ടിയായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. തീരെ ലൂസായിട്ട് പോകാൻ പാടില്ല, നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവണം. ഒരു ഷീറ്റ് എടുത്ത് ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മൈദ പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് അതിന് ക്രോസ് ആയിട്ട് വേറൊരു ഷീറ്റ് കൂടി വയ്ക്കാം. ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് വെക്കുന്നത് ചീസ് സ്ലൈസാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയാവും, ഒരു നിർബന്ധവും ഇല്ലത് വേണമെന്ന്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് വെച്ചാൽ മതിയാവും. അപ്പോൾ ആ ഒരു ചീസിൻ്റെ ഒരു ടേസ്റ്റ്, പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അത് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പുറത്തായിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് വെക്കാം. ഇനി നമുക്ക് ഇതൊരു ബോക്സിൻ്റെ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുത്ത ആ ഷീറ്റ് വേണം ആദ്യം കവർ ചെയ്യാനായിട്ട്. അതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും കുറച്ച് മൈദ പേസ്റ്റ് തേച്ച് കൊടുത്ത ശേഷം
വീണ്ടും നമുക്ക് വേറൊരു ഷീറ്റ് വെച്ച് അതിന് മുകളിലായിട്ട് കവർ ചെയ്യാം. അപ്പോൾ എല്ലാ ഷീറ്റിലും നമ്മൾ ഈ മൈദ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും. അതിൻ്റെ പേരിലാണ്. ഈ ഒരു രീതിയിൽ ചെറിയൊരു ബോക്സിൻ്റെ ഷേപ്പിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബോക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മസാലയിൽ നിന്നും ഇത്രയും ബോക്സാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ബോക്സ് ആക്കി തയ്യാറാക്കി എടുക്കുമ്പോൾ ആ സമോസ ഷീറ്റിന് ഇച്ചിരി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇത് ബോക്സ് പോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങാനും ആ സമോസ ഷീറ്റിന് ഇച്ചിരി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് 1 ഇഞ്ച് വലിപ്പത്തിന് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു 6 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതുപോലെ 1 കപ്പ് അളവിൽ മൈദ മാവും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ എഗ് ബോക്സിന് മുകളിലായിട്ട് ഒരു കവറിങ്ങിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓയിലിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ പുറത്തേക്കൊക്കെ അതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ പോവും. അത് വരാതിരിക്കാനും പിന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ മുട്ടയിലേക്ക് ഇനി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഓരോ ബോക്സായിട്ട് എടുത്തിട്ട് ഈ മൈദ മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഈ മൈദ മാവെല്ലാം ഈ നമ്മുടെ ഈ ബോക്സിൽ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എവിടെയൊക്കെ ഈ ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം ഈ മൈദ മാവ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ മൈദ മാവിലൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ മൈദ മാവിലേക്ക് ഈ മുട്ടയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ ഒന്ന് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഫുൾ ഗ്യാപ്പ് നമ്മുടെ ഈ ബോക്സിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കവറായിക്കോളും. നല്ല ഷേപ്പായിട്ടുള്ള ചെറിയൊരു ബോക്സ് പോലെ നമുക്കിത് കിട്ടും. പ്രത്യേകിച്ച് ഈ സമോസ ഷീറ്റ് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുകയോ കാണുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ചെറിയൊരു ബോക്സ് ആയിട്ട് നമുക്കിത് കിട്ടും. ഞാനിപ്പോൾ ഒരൊറ്റ തവണ ഇത് റോൾ ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇച്ചിരി കൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. പിന്നെ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മുട്ട ഡിപ്പ് ചെയ്ത് ആ കൈ കൊണ്ട് വെച്ച് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസും റോൾ ചെയ്തെടുക്കരുത്. എങ്കിൽ പിന്നെ കയ്യിലൊക്കെ ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേസ്റ്റ് ആയിട്ട് പോവും. അതിൻ്റെ പേരിലാണ് ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ കൈ ഒന്ന് കഴുകിയിട്ട് തുടച്ചതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുക്കുകയാണ്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അത്രയും ടൈം വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഞാനിതിപ്പോൾ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മളിത് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കാണാൻ തന്നെ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ഇത് നല്ല ബലൂൺ പോലെ പെരുകി വരും. അപ്പോൾ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മുമ്പ് ഞാൻ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായോ അതുപോലെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.